നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി 6 മണിക്കൂറിന് ശേഷം പിടിയിൽ. സൗമ്യ കൊലക്കേസ് പ്രതി വലയിലായത് തളാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്ന്. നിർണായകമായത് നാട്ടുകാർ കൈമാറിയ വിവരങ്ങൾ. പുലർച്ചെ 1:30 ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി ഒളിസങ്കേതം തേടി കണ്ണൂർ നഗരത്തിൽ അലയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഗോവിന്ദച്ചാമി റിമാൻഡിൽ. പ്രതിയെ നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതിഗുരുതര സുരക്ഷാ വീഴ്ച. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഉദ്യോഗസ്ഥർ അറിഞ്ഞത് 4 മണിക്കൂറിന് ശേഷം. സെല്ലിലെ കമ്പി മുറിച്ച് പുറത്തു കടക്കാൻ പ്രതി നടത്തിയ തയ്യാറെടുപ്പും ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിലും ഗുരുതര വീഴ്ച. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗോവിന്ദച്ചാമിയെ സഹായിച്ചിട്ടുണ്ടെന്ന് തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരന്റെ മൊഴി. ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടത്തിന് ആസൂത്രണം തുടങ്ങിയത് 9 മാസം മുൻപ്. തകർത്തത് അതീവ സുരക്ഷാ സെല്ലിന്റെ 3 അഴികൾ. കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് ലഭിച്ചത് ജയിലിൽ മരപ്പണിക്ക് വന്നവരിൽ നിന്ന്. ജയിൽ ചാടുമെന്ന് 3 സഹതടവുകാരോട് പറഞ്ഞിരുന്നതായും വിവരം. വീഴ്ച പുറത്തുവരുമ്പോൾ ചർച്ചയായി ജയിലുകളിലെ സുരക്ഷാ ജീവനക്കാരുടെ കുറവ്. ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. പോലീസ് മേധാവി, ജയിൽ മേധാവി, ആഭ്യന്തര സെക്രട്ടറി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. യോഗം നാളെ രാവിലെ 11 മണിക്ക്. വീഴ്ച സംബന്ധിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗോവിന്ദച്ചാമിയെ സഹായിച്ചവരെ കണ്ടെത്തണമെന്ന് BJP. ഗോവിന്ദച്ചാമിക്ക് ഇനിയെങ്കിലും തൂക്കുകയർ നൽകണമെന്ന് സൗമ്യയുടെ അമ്മ സുമതി. ജയിൽ ചാടാൻ പ്രതിക്ക് സഹായം ലഭിച്ചെന്നും ഭയമുണ്ടെന്നും അമ്മ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജയിലിന് അകത്തുനിന്നും പുറത്തുനിന്നും സഹായം കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് പ്രതികളെന്നും പ്രതിപക്ഷ നേതാവ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ആഭ്യന്തര വകുപ്പിന്റെ സുരക്ഷാ വീഴ്ചയായി ചിത്രീകരിക്കേണ്ടെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം P ജയരാജൻ. ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. തുടർ നടപടി ഉണ്ടാകുമെന്നും P ജയരാജൻ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയിലും രാജ്യസഭയിലും ബഹളം. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് MPമാർ. സർവകക്ഷി യോഗം വിളിച്ച് ലോക്സഭാ സ്പീക്കർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. ജലനിരപ്പ് ഉയർന്നതോടെ നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. കോഴിക്കോട് തളക്കുളത്തൂരിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി. വീടുകൾക്കും നാശനഷ്ടം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. ഇടുക്കി ചക്കുപള്ളത്ത് ഏലത്തോട്ടത്തിലെ ജോലിക്കിടെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. പത്തനംതിട്ട ചുങ്കപ്പാറയിൽ വിറകുപുരയ്ക്കുമേൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. തിരുവനന്തപുരം കുന്നത്തുകാലിൽ മതിലിടിഞ്ഞു വീണ അപകടം. 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്ക്. കുട്ടികൾ ആശുപത്രിയിൽ പോയി മടങ്ങി വരുന്നതിനിടെയായിരുന്നു അപകടം. കൊല്ലം പുന്നലയിൽ സർക്കാർ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. തകർന്നത് പുന്നല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 30 അടി ഉയരത്തിലുള്ള ചുറ്റുമതിൽ. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് നാട്ടുകാർ. ദുരന്തം ഒഴിവായത് അവധി ദിനമായതിനാൽ. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങൾ റദ്ദാക്കിയ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യം. കർണാടക ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം മംഗളൂരുവിൽ. നാളെ മുതൽ അന്വേഷണം തുടങ്ങും. നിഗൂഢത നിറഞ്ഞ ധർമ്മസ്ഥലയിൽ 24 പരമ്പര തുടരുന്നു. സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ. ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കുറയ്ക്കാനുള്ള നടപടികളുമായി സർക്കാർ. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണയ്ക്ക് വില കുറയുമെന്ന് ഭക്ഷ്യമന്ത്രി. ഉൽപാദന കേന്ദ്രത്തിൽ വില കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി GR അനിൽ. പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില ലിറ്ററിന് 500 കടന്നു. ജമ്മു കശ്മീരിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ച് സൈനികന് വീരമൃത്യു. മരിച്ചത് 7 ജാട്ട് റെജിമെന്റിലെ അഗ്നിവീർ സൈനികൻ ലളിത് കുമാർ. 2 സൈനികർക്ക് പരിക്ക്. അപകടമുണ്ടായത് അതിർത്തിയിലെ പട്രോളിങ്ങിനിടെ. സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സർക്കാർ നിലപാട് അറിയിച്ചത് മതസംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ. പരാതി അടുത്ത അധ്യയന വർഷം പരിഗണിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പ് സ്വീകാര്യമെന്ന് സമസ്ത.
പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നും സംഘടനകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. വയനാട്ടിൽ ഷോക്കേറ്റ് സഹോദരങ്ങളായ 2 പേർക്ക് ദാരുണാന്ത്യം. അപകടം കോഴി ഫാമിൽ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ തട്ടി. സഹോദരങ്ങളായ അനൂപ്, ഷിനു എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ അനുജനെ വെട്ടിക്കൊന്ന യുവാവ്. വയൽത്തട്ട വീട്ടിൽ രതീഷാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ മഹേഷുമായുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ ജീവനക്കാർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. 3 ജീവനക്കാരികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ലഹരിയുമായി എത്തിയ യുവാവ് താമരശ്ശേരി ചുരത്തിൽ നിന്ന് കൊക്കയിലേക്ക് ചാടി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഷഫീഖിനായി തിരച്ചിൽ. ലഹരി കേസുകളിൽ ഷഫീഖ് പ്രതിയെന്ന് പോലീസ്. വാഹനത്തിൽ നിന്ന് MDMA കണ്ടെടുത്തു. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിച്ചിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഇല്ലെന്നാണ് വിശദീകരണം. സിനിമാ സമരത്തിൽ നിന്ന് ഫിലിം ചേംബർ പിന്മാറി. മന്ത്രി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വിവിധ വകുപ്പുകളുമായി കൂടിയാലോചനയ്ക്ക് സമയം വേണമെന്ന് മന്ത്രി അറിയിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് യുവനേതാവ് പ്രസംഗിച്ചുവെന്ന പിരപ്പൻകോട് മുരളിയുടെ പരാമർശം ശുദ്ധ അസംബന്ധവും തോന്യാസവുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിരപ്പൻകോട് മുരളിക്ക് നിലവിൽ പാർട്ടി അംഗത്വമില്ലെന്നും MV ഗോവിന്ദൻ. CPI എറണാകുളം ജില്ലയ്ക്ക് പുതിയ ഭാരവാഹികൾ. KM ദിനകരൻ സ്ഥാനമൊഴിഞ്ഞു. 56 അംഗ ജില്ലാ കൗൺസിലിനെയും തിരഞ്ഞെടുത്തു. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു. ഒരു ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ഖത്തറിലെ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് തങ്ങളുടെ പ്രതിനിധികളെ തിരിച്ചുവിളിച്ചു. ബന്ദികളെ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ബദൽ മാർഗങ്ങൾ പരിഗണിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബു കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് റവന്യൂ മന്ത്രി K രാജൻ. ലാൻഡ് റവന്യൂ കമ്മീഷണർ നടത്തിയ റിപ്പോർട്ടാണ് സത്യം. നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയുമില്ലെന്നും മന്ത്രി. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. നാളെ അടിമാലിയിൽ പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്കായി PSC പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. ദേവികുളം ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. മലപ്പുറം തിരൂരിൽ റോഡിലെ കുഴി വെട്ടിക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വളാഞ്ചേരി സ്വദേശി ഫൈസൽ ബൽക്കീസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് മരിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് അപകടത്തിൽപ്പെട്ട ടാങ്കർ മറ്റൊരിടത്തേക്ക് മാറ്റി. പ്രദേശത്ത് നാളെ രാവിലെ വരെ ഗതാഗത നിയന്ത്രണം തുടരും. വൈദ്യുതി ബന്ധവും നാളെ മാത്രമേ പുനഃസ്ഥാപിക്കുകയുള്ളൂ. NAC അക്രഡിറ്റേഷൻ ഗ്രേഡിംഗിൽ A ഗ്രേഡ് സ്വന്തമാക്കി കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജ്. മന്ത്രി OR കേളു കോളേജിന്റെ നേട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സുബിൻ P ജോസഫ് അധ്യക്ഷനായി. 14ാമത് അവനി ബാല പുരസ്കാരത്തിന് നന്ദിനി മേനൻ അർഹയായി. ആംചു ബസ്തർ എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിനാണ് അവാർഡ്. 10,000 രൂപയും ശില്പവും പുരസ്കാര രേഖയും അടങ്ങുന്നതാണ് പുരസ്കാരം. അധ്യാപികയും സാഹിത്യ ഗവേഷകയുമായിരുന്ന ഡോക്ടർ S അവനി ബാലയുടെ സ്മരണാർത്ഥം നൽകുന്നതാണ് പുരസ്കാരം. കേന്ദ്ര പെൻഷൻ സാധൂകരണ ബില്ലിനെതിരെ പ്രതിഷേധം. പെൻഷൻ സംഘടനകളുടെ സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. CITU അഖിലേന്ത്യാ സെക്രട്ടറി K ചന്ദ്രൻപിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. തൃക്കാക്കര മുനിസിപ്പാലിറ്റി 14ാം വാർഡും ആയുർവേദ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുറ്റിപ്പുറം KMCT ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ
ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതാകുമാരി മുഖ്യാതിഥിയായി. തിരുവനന്തപുരത്ത് KSRTC ബസും സ്കൂൾ വാനും കൂട്ടിയിടിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ഫറോക്ക് പാലത്തിൽ KSRTC ബസും കാറുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തിൽ കാർ ഡ്രൈവറായ കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ബഷീറിന് ജീവൻ നഷ്ടമായിരുന്നു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. 5 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം നഷ്ടമായ ബസ് ഇലക്ട്രിക് പോസ്റ്റും തൊട്ടടുത്ത വീടിന്റെ മതിലും ഇടിച്ചു തകർത്തു. എറണാകുളം കണ്ണാടിക്കാട് ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട CITU യൂണിയനും യുവ സംരംഭകരും തമ്മിലുള്ള തർക്കം പരിഹരിച്ചു. 4 ദിവസമായി ലോഡ് ഇറക്കാതെ കിടക്കുകയായിരുന്നു. ടഫൻ ഗ്ലാസ് ഇറക്കാൻ സാങ്കേതിക പരിശീലനം ലഭിച്ചവർ വേണമെന്ന ആവശ്യം തൊഴിലാളികൾ നിഷേധിച്ചതാണ് തർക്കത്തിൽ കലാശിച്ചത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കാഞ്ഞിരമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. മലയാളം വിഷയത്തിലേക്കാണ് ഒഴിവ്. കൂടിക്കാഴ്ച ഓഗസ്റ്റ് 11 രാവിലെ 10 മണിക്ക്. കരുനാഗപ്പള്ളി തൊടിയൂർ GHSSൽ അധ്യാപക ഒഴിവ്. ജൂനിയർ അറബി വിഭാഗത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം 31 രാവിലെ 10:30. തിരുവല്ല മഞ്ഞാടി ഡക്ക് ഹാച്ചറി പരിശീലന കേന്ദ്രത്തിൽ കാട വളർത്തൽ വിഷയത്തിൽ സൗജന്യ പരിശീലന ക്ലാസ് നടക്കുക ഈ മാസം 29-ന്. ക്യുസാറ്റിൽ MCA കോഴ്സിലെ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ക്യുസാറ്റ് കാറ്റ് 2025 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി പുള്ളിങ്കുന്നിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗം ഓഫീസിൽ 28-ന് ഹാജരാകണം. കൊല്ലം തലവൂർ ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഇംഗ്ലീഷ് വിഷയത്തിലേക്കാണ്. അഭിമുഖം അടുത്ത മാസം 8-ാം തീയതി. 100 ന്യൂസിലേക്ക് തിരികെ ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രി നുണയനെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. BJPയുടെ ഭരണം രാജ്യത്തെ പിന്നോട്ടടിപ്പിച്ചുവെന്നും വിമർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രാ ചെലവ് വിവരങ്ങൾ പുറത്ത്. 5 വർഷത്തെ വിദേശയാത്രകൾക്ക് ചിലവായത് 362 കോടി രൂപ. രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രിയാന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദിയെ വരണാധികാരിയായി നിയമിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് അറിയിക്കുമെന്ന് കമ്മീഷൻ. കമൽഹാസൻ രാജ്യസഭാ MP-യായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴിലായിരുന്നു സത്യപ്രതിജ്ഞ. DMK സഖ്യമാണ് കമൽഹാസനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. രാജസ്ഥാനിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ് 6 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ജലാവാർ പ്രദേശത്തെ പിപ്പിലോഡി പ്രൈമറി സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. കേന്ദ്ര സർവകലാശാലകളിൽ അധ്യാപക നിയമനം ഇഴയുന്നതിൽ വിമർശനവുമായി രാഹുൽ ഗാന്ധി. പിന്നാക്ക വിഭാഗങ്ങളിലെ അധ്യാപക ഒഴിവുകൾ നികത്താത്തത് തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ വിമർശനം. ഉത്തർപ്രദേശിലെ ജ്വല്ലറിയിൽ ഡെലിവറി ഏജന്റുമാരുടെ വേഷത്തിലെത്തിയ മോഷ്ടാക്കൾ ആഭരണങ്ങൾ കൊള്ളയടിച്ചു. കടയിലെ ജീവനക്കാരൻ നോക്കി നിൽക്കെയാണ് മോഷണം. ജീവനക്കാരെ മോഷ്ടാക്കൾ മർദ്ദിക്കുകയും ചെയ്തു. സവർക്കർ പരാമർശ കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ക്രിമിനൽ നടപടികൾക്കുള്ള സ്റ്റേ നീട്ടി സുപ്രീം കോടതി. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിന്മേൽ പരാതിക്കാർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി അയക്കാം. അശ്ലീല ഉള്ളടക്കം പ്രദർശിപ്പിച്ച 25 OTT പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ആക്സസ് ഇല്ലാതാക്കാൻ ഇന്റർനെറ്റ് സേവന ദാതാക്കളോട് സർക്കാർ നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിലെ തേനിയിൽ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കാത്ത മകളുടെ പക്കൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് റവന്യൂ അധികൃതർ. 5 കോടി രൂപ വില വരുന്ന ഭൂമിയാണ് പിടിച്ചെടുത്തത്. ഭൂമി മാതാവ് ലോകമണിക്ക് റവന്യൂ വകുപ്പ് തിരിച്ചു നൽകി. ജയ്പൂരിൽ നിന്ന് മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാർ. ജയ്പൂരിലേക്ക് തിരിച്ചിറക്കി. പറന്നുയർന്ന് 18 മിനിറ്റുകൾക്ക് ശേഷമാണ് മടക്കം. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. തിങ്കളാഴ്ച പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ ലോക്സഭയിൽ ചർച്ച നടക്കുമെന്ന് കിരൺ റിജിജു.
മുംബൈയിൽ പണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ തട്ടിയ വ്യാജ മന്ത്രവാദി പിടിയിൽ. പ്രേം സിംഗ് എന്നയാളാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 20 ലക്ഷം രൂപ കണ്ടെടുത്തു. അയോധ്യയിൽ വയോധികയെ കുടുംബാംഗങ്ങൾ റോഡിൽ ഉപേക്ഷിച്ചു. അവശനിലയിൽ കണ്ടെത്തിയ വയോധികയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. രാജ്യാന്തര വാർത്തകൾ. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രാൻസ്. സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. തായ്ലാന്റ് കംബോഡിയ സംഘർഷത്തിൽ 11 പേർ മരിച്ചു, 20 പേർക്ക് പരിക്ക്. തായ്ലൻഡ് കംബോഡിയയുമായി പങ്കിടുന്ന എല്ലാ അതിർത്തികളും അടച്ചു. കംബോഡിയയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര മധ്യസ്ഥത നിരസിച്ച് തായ്ലൻഡ്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ സ്ഥിതിഗതികൾ പരിഹരിക്കാൻ കഴിയൂ എന്നും തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയം. ബംഗ്ലാദേശ് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് ABM ഖൈറുൽ ഹഖ് രാജ്യദ്രോഹ കേസിൽ കസ്റ്റഡിയിൽ. 2011 ബംഗ്ലാദേശിലെ കെയർടേക്കർ സർക്കാർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധി പുറപ്പെടുവിച്ചത് ഖൈറുൽ ഹഖാണ്. ഗസയിൽ പട്ടിണി മരണം കൂടുന്നു. ഭക്ഷണം കിട്ടാതെ ഇതുവരെ 115 പേർ കൊല്ലപ്പെട്ടു. ഗസയിലേക്കുള്ള സഹായ വസ്തുക്കൾ റഫ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്നു. ഇസ്രായേൽ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഗസയിലേക്ക് സഹായം എത്താത്തത്. ഗസയിൽ ഭക്ഷണം കാത്തുനിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് അന്താരാഷ്ട്ര നിയമലംഘനമെന്ന് ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിനും സൈനിക മേധാവിക്കും കത്തെഴുതി. ഓസ്ട്രേലിയയിലെ ഹിന്ദു ക്ഷേത്രത്തിൽ ഇന്ത്യക്കാരെ വംശീയമായി അധിക്ഷേപിച്ച് ചുവരെഴുത്ത്. തൊലി കറുത്തവർ നാട് വിട്ടു പോകൂ എന്നാണ് ചുവരിൽ എഴുതിയിരിക്കുന്നത്. മെൽബണിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ബ്രിട്ടനിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം വരുന്നു. മുൻ ലേബർ പാർട്ടി MPമാരായ ജെറമി കോർബിനും സാറ സുൽത്താനയുമാണ് നീക്കം നടത്തുന്നത്. ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇടതുപക്ഷ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇരുവരും ധാരണയിൽ എത്തുകയായിരുന്നു. ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുടെ നിയമനങ്ങൾ നിർത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അടക്കമുള്ള അമേരിക്കയിലെ വൻകിട ടെക് കമ്പനികൾക്ക് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട 3 പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. AI വികസനം വർദ്ധിപ്പിക്കുകയും ഡേറ്റാ സെന്ററുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുകയും ചെയ്യുന്നതാണ് പ്രധാന പദ്ധതി. 100 ന്യൂസിലേക്ക് വീണ്ടും ഇനി ബിസിനസ് ന്യൂസ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും കുറവ്. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 45 രൂപ കുറഞ്ഞു. UPI ആപ്പുകൾ പേയ്മെന്റ് സ്റ്റാറ്റസ് റീഫ്രഷ് ചെയ്യുന്നതിൽ നിയന്ത്രണം വരുമെന്ന റിപ്പോർട്ട്. ഒരു ദിവസം 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ എന്നാണ് വിവരം. ഇ-കൊമേഴ്സ് കമ്പനിയായ മിന്ത്രയ്ക്കെതിരെ കേസെടുത്ത് ED. വിദേശ നിക്ഷേപ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് നടപടി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഫോൺ കയറ്റുമതിയിൽ വർധന രേഖപ്പെടുത്തി. കയറ്റുമതി 1500 കോടിയിൽ നിന്ന് 2 ലക്ഷം കോടിയായി. കർണാടകയിൽ ടെക് കമ്പനികൾക്ക് ഫണ്ടിംഗ് കുറയുന്നു. ടെക് കമ്പനികൾക്കുള്ള ഫണ്ടിംഗിൽ ഈ വർഷം 30% കുറവ് രേഖപ്പെടുത്തി. സ്പോർട്സ് ന്യൂസ്. അഭിഷേക് നായരെ മുഖ്യ പരിശീലകനായി പ്രഖ്യാപിച്ച് വനിതാ പ്രീമിയർ ലീഗ് ടീം UP വാരിയേഴ്സ്. ഇന്ത്യൻ ടീമിന്റെ മുൻ സഹപരിശീലകനാണ് അഭിഷേക്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചവരിൽ സ്പാനിഷ് ഇതിഹാസം ഷാവി ഫെർണാണ്ടസും. എന്നാൽ ശമ്പളം കൂടുതലായതിനാൽ അപേക്ഷ പരിഗണിക്കാതെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ISL ഈ വർഷം തന്നെ നടക്കുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷൻ കല്യാൺ ചൌബെ. AIFFുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസിൽ തീരുമാനമായാൽ ഉടൻ സ്കെഡ്യൂൾ പ്രഖ്യാപിക്കുമെന്ന് ചൌബെ. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഉന്നതി ഹൂഡയുടെ സ്വപ്ന കുതിപ്പിന് അവസാനം. ഉന്നതി ക്വാർട്ടറിൽ മുൻ ലോക ചാമ്പ്യൻ ജപ്പാന്റെ അകാനെ യമാഗുച്ചിയോട് തോറ്റു. ടോട്ടനം താരം ഹ്യൂങ് മിൻ സണ്ണിനായി അമേരിക്കൻ ക്ലബ് LAFC രംഗത്ത്. ക്ലബ്ബ് വിട്ട ഒളിവർ ജിറൂഡിന് പകരമാണ് സണ്ണിനെ എത്തിക്കാൻ ശ്രമം. ബാഴ്സലോണ ഗോൾ കീപ്പർ മാർക്ക് ആന്ദ്രിയെ ടെർ സ്റ്റേഗൻ കളത്തിൽ നിന്ന് 3 മാസത്തേക്ക് പുറത്തിനേറ്റ പരിക്കിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാനാണ് പിന്മാറ്റം.
റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരം യാഷ് ദയാലിനെതിരെ പോക്സോ കേസ്. കഴിഞ്ഞ IPL-നിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി. ബ്രസീലിയൻ താരം ആന്റണിക്കായി അത്ലറ്റിക്കോ മാഡ്രിഡ്, ബയേൺ മ്യൂണിക് ക്ലബ്ബുകൾ രംഗത്ത്. സൗദി ക്ലബ്ബുകളും ആന്റണിയെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. നോക്കാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച് മലയാള ചിത്രം സാഹസം. ഓഗസ്റ്റ് 8-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. തെലുങ്ക് ചിത്രം ദി ഫാമിലി സ്റ്റാർ OTT-യിൽ ട്രെൻഡിംഗ്. തിയേറ്ററിൽ പരാജയമായി കണക്കാക്കിയ സിനിമയാണ് പ്രേക്ഷകർ ഇപ്പോൾ OTT-യിൽ ഏറ്റെടുത്തത്. തിയേറ്ററിലെത്തി ഒരു വർഷത്തിനു ശേഷം വിനയ് ഫോർട്ടിന്റെ പെരുമാനി OTT-യിലേക്ക്. സണ്ണി വെയിൻ, ലുക്മാൻ അവറാൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സസ്പെൻസ് ഡ്രാമ ചിത്രം മീശയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ചിത്രത്തിൽ ഹക്കീം ഷാ, ഷൈൻ ടോം ചാക്കു, ജിയോ ബേബി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തും. ഈ വർഷം 500 കോടി ക്ലബിൽ ഇടം നേടിയത് ഒരേയൊരു ഇന്ത്യൻ സിനിമ. ലക്ഷ്മൺ ഉടേക്കർ സംവിധാനം ചെയ്ത ഛാവയാണ് 500 കോടി ക്ലബിൽ കയറിയ ഇന്ത്യൻ സിനിമ. ഫാക്ട് ചെക്ക്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് വിള്ളലുണ്ടായി എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നു. എന്നാൽ പോസ്റ്റുകൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 3000 കോടി രൂപ ചെലവഴിച്ച് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ നിർമ്മിച്ചതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നാളെ അറിയാൻ. തിരുവനന്തപുരം പൂവച്ചൽ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. തലശ്ശേരിയിൽ കളിരാവിയരെ എന്ന പ്രാചീന തമിഴ് ഗ്രന്ഥത്തെക്കുറിച്ചുള്ള 4 പുസ്തകങ്ങളുടെ പ്രകാശനം നാളെ നടക്കും. വൈകിട്ട് 3-ന് തലശ്ശേരി ആർട്സ് ആൻഡ് സൊസൈറ്റി ഹാളിൽ പ്രകാശനം നടക്കും. എറണാകുളം കുമ്പളം പഞ്ചായത്തിലെ 1, 14, 15, 16, 17, 18 വാർഡുകളിൽ നാളെ ജലവിതരണം തടസ്സപ്പെടും. നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് നിയന്ത്രണം. ശുശ്രുത സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷ്വൽ സയൻസിൽ BSc ഒപ്റ്റോമെട്രി കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. www.shushruta.edu.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി നാളെ. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിൽ DGPക്ക് പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. ജയിൽ ചാടലിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം. കോഴിക്കോട് 35 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. അത്തോളി സ്വദേശി മുഹമ്മദ് നുഫൈലാണ് പിടിയിലായത്. BJPയുടെ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 10ാം പ്രതിക്കും വധശിക്ഷ. ആലപ്പുഴ വട്ടക്കാട്ടുശ്ശേരി വീട്ടിൽ നവാസ് കുറ്റക്കാരനെന്ന് കോടതി. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.